നാഗകന്യക 3യുടെ എപ്പിസോഡ് 25ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ വിക്രാന്ത് മഹിയുടെയും ബേലയുടെയും ഡിവോഴ്സ് പേപ്പർ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. വിക്രാന്തിന്റെ മുന്നിൽ ഒരു നാഗമുണ്ട്. ആ നാഗമാണ് സൈക്കിളിന്റെ രൂപമായി മാറി മഹിയുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്ത് വാങ്ങിയത്. ഡിവോഴ്സ് പേപ്പറിലെ ബേലയുടെ സൈന് കിട്ടിയത് ഷാനുമായുള്ള ബേലയുടെ വിവാഹ സമയം ഷാനിൽ നിന്ന് മഹിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബേല സൈൻ ചെയ്തതാണ്. ആ ഡിവോഴ്സ് പേപ്പറിൽ തന്നെയാണ് മഹിയും സൈൻ ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ ബേല വിക്രാന്തിന്റെ സ്വന്തമാണെന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിക്രാന്ത്. മറുവശത്ത് ബേലയുടെ അടുത്ത് വരുന്ന മഹി ബേലയോട് അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ കുഹു വരുന്നു. കുഹു ബേലയെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വിളിക്കുകയാണ്. ബേല പോകാൻ മടിച്ചു നിൽക്കുമ്പോൾ കുഹു ബേലയോട് യുവി വൈകിട്ട് സസ്പെൻസ് പാർട്ടി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് ആർക്കും അറിയില്ല, പാർട്ടിയിൽ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങാൻ ബേല കൂടി വരണമെന്ന് പറഞ്ഞ് കുഹു ബേലയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ബേല പോകുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് മഹി. ബേല മഹിയെ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. അടുത്ത സീനിൽ എല്ലാവരും റെഡിയായി പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വരുന്നു. പൗർണമി അവിടേക്ക് വരികയാണ്. സുമിത്ര യുവിയോട് എന്തിനാണ് പാർട്ടി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ യുവി ഫ്രണ്ട് ഡോറിന്റെ അടുത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് കുഹുവും ബേലയും വരുന്നു. ഈ കാര്യം കുഹുവിന് നേരത്തെ അറിയാമായിരുന്നു. യുവി പറഞ്ഞിട്ടാണ് കുഹു ബേലയോട് കള്ളം പറഞ്ഞ് പുറത്തു പോയതും ബേലയെ റെഡിയാക്കിക്കൊണ്ട് അവിടെ വന്നതും. ഈ സമയം ബേലയെ കാണുന്ന യുവി ബേലയുടെ അടുത്ത് പോയി ബേലയുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്. ബേലയ്ക്കാണെങ്കിലും ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മഹി വരുന്നു. യുവി ആദ്യം ബേലയെ സോഫയിൽ കൊണ്ട് ഇരുത്തുകയാണ്. എന്നിട്ട് മഹിയെ വിളിച്ചുകൊണ്ട് ബേലയുടെ അടുത്ത് ഇരുത്തിയിട്ട് യുവി മഹിയുടെ കയ്യിൽ ഒരു കവർ കൊടുക്കുകയാണ്. എന്നിട്ട് മഹിയോട് ആ കവറിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് യുവി ബേലയുടെ അടുത്ത് പോയി ബേലയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന മഹി ഫോട്ടോസ് എല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് യുവിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഒന്നും പറയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് ബേല. മഹിയും യുവിയും ബേലയുടെ പേര് പറഞ്ഞ് വഴക്കു കൂടുന്നത് കാണുന്ന പൗർണമി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, മഹിയും ബേലയും വിവാഹം കഴിഞ്ഞവരാണ്, പിന്നെ എങ്ങനെയാണ് ബേല യുവിയെ വിവാഹം കഴിക്കുന്നത്? ഒരു പുരുഷനെ രണ്ട് സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാം, അതിന് പ്രോബ്ലം ഇല്ല. പക്ഷെ ഒരു സ്ത്രീക്ക് രണ്ട് പുരുഷന്മാരെ എങ്ങനെ വിവാഹം കഴിക്കാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന യുവി മഹിയോട് അതിന് ഇവർ ഇപ്പോൾ വിവാഹിതരല്ല എന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന മഹി വയലന്റ് ആവുകയാണ്. ബേല ഞെട്ടിലൂടെ നിൽക്കുകയാണ്. ആ സമയം യുവി അവർ രണ്ടുപേരും സൈൻ ചെയ്ത ഡിവോഴ്സ് പേപ്പർ മഹിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ അവർ രണ്ടുപേര് സൈൻ ചെയ്തിരിക്കുന്നത് കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് മഹിയും ബേലയും. സുമിത്ര മഹിയോട് ബേല ഇത്രയും ദിവസം ഡ്രാമ കളിക്കുകയായിരുന്നു, ബേലയ്ക്ക് ഇപ്പോഴും യുവിയെ തന്നെയാണ് ഇഷ്ടമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മഹി ഒരു ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മഹി ഉറച്ചു നിൽക്കുകയാണ്. മഹി ബേലയോട് ബേല സൈൻ ചെയ്തത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ ബേല ഷാനിന്റെ മുന്നിൽ വെച്ച് മഹിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സൈൻ ചെയ്തതാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മഹി എപ്പോഴോ സൈൻ ചെയ്ത പേപ്പറിന് ഇപ്പോൾ എന്ത് വാല്യൂ ആണ് ഉള്ളതെന്ന് പറയുകയാണ്. എപ്പോഴായാലും ഡിവോഴ്സ് പേപ്പറിൽ നിങ്ങൾ രണ്ടുപേരുടെയും സൈൻ ഉണ്ട്, എന്ത് പറഞ്ഞാലും നിങ്ങളുടേത് പ്രണയവിവാഹം അല്ലായിരുന്നു. വിവാഹം നടന്ന സാഹചര്യം എങ്ങനെയായാലും മഹി മാത്രമേ എന്റെ ബേല, എന്റെ വൈഫ്, എന്റെ സ്നേഹം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. ബേല ഇതുപോലെ ഒന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബേല മഹിയെ ഒരിക്കലും സ്വന്തമെന്ന് കരുതുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. മഹിക്കും ബേലയ്ക്കും അതൊന്നും കേട്ടിട്ട് പറയാൻ മറുപടി ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. കേട്ടു നിൽക്കുന്ന എല്ലാവരും യുവിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അവരെല്ലാവരും മഹിക്ക് മാത്രമേ ഈ വിവാഹ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നുള്ളൂ എന്നും ബേല മഹിയുമായി ഒരു റിലേഷനും താല്പര്യം കാണിക്കുന്നത് അവർ കണ്ടിട്ടില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന യുവി ബേലയുടെ അടുത്ത് പോയിട്ട് വിക്രാന്തിന്റെ സൗണ്ടിൽ ബേലയോട് നീ എന്നെ വിവാഹം കഴിക്കില്ലേ ബേല, നിനക്ക് മഹിയെ കൊല്ലാൻ കഴിയില്ല, എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ പതുക്കെ ചോദിക്കുകയാണ്. ബേല എന്ത് പറയണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. മഹി ബേല ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. രണ്ടുപേരും ബേലയ്ക്ക് വേണ്ടി തർക്കിക്കുന്നത് കാണുന്ന പൗർണമി ബേലയ്ക്ക് രണ്ടുപേരിൽ ആരാണെന്ന് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗെയിം കളിച്ച് സെലക്ട് ചെയ്താൽ മതി, ഈസി ആണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സൈക്കിൾ പൗർണമിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. യുവിയും മഹിയും പരസ്പരം വിട്ടുകൊടുക്കാതെ നിൽക്കുന്നതും എല്ലാവരും യുവിയുടെ സൈഡിൽ നിൽക്കുന്നതും കാണുന്ന ബേല യുവിയെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കുകയാണ്. എന്നിട്ട് മഹിയോട് എന്തായാലും ഡിവോഴ്സ് പേപ്പറിൽ
സൈൻ ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, നടക്കാനുള്ളത് എന്തായാലും നടക്കുമെന്ന് മഹിയോട് പറഞ്ഞിട്ട് യുവിയോട് ബേല റിങ് ഇട്ട് കൊടുക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന യുവി ബേലയുടെ വിരലിൽ റിങ് ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട് വിഷമം സഹിക്കാൻ കഴിയാതെ മഹി അവിടെ നിന്ന് പോകുന്നു. മഹി പോകുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുന്ന ബേലയെ കെട്ടിപ്പിടിക്കുന്ന യുവി ബേലയുടെ ചെവിയിൽ റൂഹി എടുത്ത തീരുമാനം ശരിയാണെന്ന് വിക്രാന്തിന്റെ സൗണ്ടിൽ പറയുകയാണ്. എന്നിട്ട് യുവി എല്ലാവരോടുമായി 2 ദിവസം കഴിഞ്ഞാൽ വിവാഹമെന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ബേല യുവിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശേഷം റൂമിൽ നിൽക്കുന്ന മഹിയുടെ അടുത്ത് ബേല വരുന്നു. ബേലയെ കാണുന്ന മഹി ബേലയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല അവിടെ ഇരിക്കുന്ന റേഡിയോയിൽ ഒരു പാട്ട് ഇട്ടിട്ട് അതിന്റെ വോളിയം കൂട്ടി വെക്കുകയാണ്. എന്നിട്ട് മഹിയോട് അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്, എല്ലാവരും ഫേക്ക് യുവിയുടെ സൈഡിലായിരുന്നു, എനിക്ക് അപ്പോൾ അങ്ങനെ പറയണമെന്നാണ് തോന്നിയത് എന്നൊക്കെ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന മഹി ബേലയെ ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നും ഡ്യൂപ്ലിക്കേറ്റ് ആയ യുവി എത്ര ഡേഞ്ചർ ആണെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ, അവൻ എത്ര ബുദ്ധിശാലിയായിട്ടായിരിക്കും ഞാൻ പോലും അറിയാതെ എന്റെ സൈന് വാങ്ങിയത്, അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ 1 മിനിറ്റ് പോലും നിന്നെ നിർത്താൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ അലറിക്കൊണ്ട് പറയുകയാണ് മഹി. അതെല്ലാം കേൾക്കുന്ന ബേല വളരെ സമാധാനത്തോടെ മഹിയോട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരിക്കലും എന്നെ നഷ്ടപ്പെടില്ല, അയാൾ വളരെ ഡേഞ്ചർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം, അയാൾ എന്റെ അമ്മയെ മറഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്തത് നിങ്ങളെ ഫ്രെയിം ചെയ്താണ്, എന്നാൽ മാത്രമേ ഞാൻ നിങ്ങളെ വെറുക്കുകയും നമ്മൾ തമ്മിൽ പിരിയുകയും ചെയ്യുകയുള്ളൂ, ഇതെല്ലാം അയാൾ ആലോചിച്ച് നടത്തിയ പ്ലാനാണ്, ഇതെല്ലാം അയാൾ എന്തിനാണ് ചെയ്യുന്നതെന്നറിയാൻ നമുക്ക് സമയം വേണം, ആ സമയമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്, വിവാഹത്തിന് മുമ്പുള്ള 2 ദിവസം നമുക്ക് കിട്ടും, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയും, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മഹിയാണ് എന്നൊക്കെ പറഞ്ഞ് ബേല മഹിയെ സമാധാനപ്പെടുത്താൻ നോക്കുകയാണ്. മഹി ബേലയോട് അയാൾ നിന്റെ അടുത്ത് വരുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ഇത്രയ്ക്ക് നല്ലവനാകണ്ടായിരുന്നു, ഈ 2 ദിവസം അവൻ എന്തെങ്കിലും കൺട്രോൾ ഇല്ലാതെ ചെയ്യുന്നത് കണ്ടാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞാൻ അതിനെ പ്രതികരിക്കുമെന്ന് പറയുകയാണ്. ബേല മഹി പറഞ്ഞതെല്ലാം സമ്മതിക്കുകയാണ്. അടുത്ത സീനിൽ യുവി വിവാഹത്തിന്റെ ചടങ്ങ് നടത്താൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നതെല്ലാം കാണുന്ന മഹിക്ക് ദേഷ്യം വരികയും മഹി ബേലയെ കാണാൻ വേണ്ടി റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ബേലയെ കാണാത്തത് കാണുന്ന മഹി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. മഹി ബേലയെ ഫോണിൽ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ബേല കാൾ അറ്റൻഡ് ചെയ്യാത്തത് കാണുന്ന മഹി ബേല എവിടെയായിരിക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് ബേല യുവിയുടെ റൂമിൽ കയറി വിക്രാന്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്നറിയാൻ നോക്കുകയാണ്. അപ്പോൾ ബേലയ്ക്ക് അവിടെ നിന്നും പ്രത്യേകതയുള്ള ഒരു മോതിരം കിട്ടുകയാണ്. ആ മോതിരം കാണുന്ന ബേല ആ മോതിരം കൊണ്ട് നാഗങ്ങൾക്ക് അവരുടെ അമ്മയോട് സംസാരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാവുകയാണ്. ബേലയുടെ കയ്യിലിരിക്കുന്നത് ബേലയുടെ മോതിരമായിരുന്നു. ബേലയുടെ അമ്മയോട് സംസാരിക്കാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് ആ മോതിരം മോഷണം പോയ കാര്യം ബേല അറിയുന്നത്. അപ്പോൾ വിക്രാന്താണ് ബേലയുടെ മോതിരം മോഷ്ടിച്ചതെന്ന് ബേലയ്ക്ക് മനസ്സിലാവുകയാണ്. വിക്രാന്തിന്റെ അമ്മ മരിച്ചുപോയി എന്നാണ് വിക്രാന്ത് ബേലയോട് പറഞ്ഞിട്ടുള്ളത്. അവർ 2 പേരും 2 കുലത്തിൽപ്പെട്ടവരായതുകൊണ്ട് വിക്രാന്തിന്റെ കുലത്തിലുള്ളവർ റൂഹിയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല. അമ്മ ജീവനോടെ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ വിവാഹത്തിന് നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു എന്ന് വിക്രാന്ത് പറഞ്ഞത് ബേല ഓർക്കുകയാണ്. വിക്രാന്ത് അപ്പോൾ കള്ളം പറഞ്ഞതാണ്. വിക്രാന്തിന്റെ അമ്മയോട് വിക്രാന്ത് സംസാരിക്കാറുണ്ട്. എന്തിനാണ് വിക്രാന്ത് അമ്മയുടെ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ബേല പോകുമ്പോൾ മഹി ബേലയെ കാണുകയും ബേലയോട് ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല മഹിയോട് ഡ്യൂപ്ലിക്കേറ്റ് യുവിയെ കുറിച്ചുള്ള ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെന്നും ഡ്യൂപ്ലിക്കേറ്റ് യുവിയുടെ അമ്മയും യുവിയുടെ കൂടെയുണ്ട്, അമ്മയും കൂടി ചേർന്നാണ് ഇതെല്ലാം യുവി ചെയ്യുന്നത്, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ടുപിടിക്കാനുണ്ട്, അതെല്ലാം എന്താണെന്ന് ക്ലിയറായി കണ്ടുപിടിച്ചതിന് ശേഷം മഹിയോട് പറയാമെന്ന് പറയുകയാണ് ബേല. ബേല പറയുന്നത് എന്തായാലും ഞാൻ വിശ്വസിക്കും, കാരണം എനിക്ക് ബേലയെ വിശ്വാസമാണ്. അന്ന് ബേലയുടെ ഡ്യൂപ്ലിക്കേറ്റ് എന്റെ മുന്നിൽ വന്ന ദിവസം മുതൽ എനിക്ക് മനസ്സിലായതാണ് ഒരു മനുഷ്യന് ഡ്യൂപ്ലിക്കേറ്റ് കാണുമെന്ന്. അതുപോലെയാണ് യുവിയും. യുവിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, കാരണം യുവി ആപ്പിൾ കഴിക്കില്ല, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് യുവി ആപ്പിൾ കഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. അന്ന് മുതൽ എനിക്ക് അറിയണമായിരുന്നു ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന്. നീ ടെൻഷൻ അടിക്കേണ്ട, ഇതിന്റെ പുറകിലെ രഹസ്യം നമുക്ക് കണ്ടുപിടിക്കാമെന്ന്
എന്നൊക്കെ പറഞ്ഞിട്ട് മഹി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം പാർട്ടിയിലേക്ക് ക്ഷണിച്ചവരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും സുമിത്രയാണ് വെൽക്കം ചെയ്യുന്നത്. റൂമിന്റെ അകത്ത് കയറുന്ന ബേലയ്ക്ക് ഇന്ന് പൗർണമിയാണെന്ന് മനസ്സിലാവുകയാണ്. പക്ഷേ പാർട്ടിക്ക് റെഡിയാകേണ്ടത് കൊണ്ട് ഇപ്പോൾ പുറന്തൊലി കളയാൻ സമയമില്ല എന്ന് പറഞ്ഞ് ബേല റെഡിയാവുകയാണ്. ശേഷം ബേല പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ബേലയെ കാണുന്ന യുവി ബേലയുടെ അടുത്തേക്ക് പോവുകയാണ്. ബേലയുടെ അടുത്ത് പോകുന്ന യുവി ബേലയുടെ സൗന്ദര്യത്തെ കുറിച്ച് പുകഴ്ത്തി ഓരോന്നും പറയുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെയും വിഷമത്തോടെയും മഹി നിൽക്കുന്നത് കാണുന്ന സുമിത്ര മഹിയുടെ അടുത്ത് പോയിട്ട് മഹിയോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും കൂടി എടുത്ത തീരുമാനമല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് മഹി പറയുന്ന സമയം യുവി അവിടെ വരുന്നു. യുവി സന്തോഷത്തോടെ സുമിത്രയെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം ബേല മോതിരം വിരലിലിട്ട് നിൽക്കുകയാണ്. ആ മോതിരം വഴി വിക്രാന്തിന്റെ അമ്മ ആരാണെന്ന് അറിയാൻ കഴിയുമെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുന്ന സമയം യുവി ബേലയെ ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോവുകയും ബേലയുമായി ഡാൻസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹി ഡാൻസ് ചെയ്യുന്ന യുവിയുടെയും ബേലയുടെയും അടുത്ത് പോയിട്ട് ബേലയെ പിടിച്ചു മാറ്റുകയും മഹി ബേലയുമായി ഡാൻസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഡാൻസ് ചെയ്യുന്നതിനിടയിൽ മഹി ബേലയോട് ഡ്യൂപ്ലിക്കേറ്റ് യുവി ബേലയുടെ അടുത്ത് വരുന്നതും ബേലയെ തൊടുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേല ഇഷ്ടമായിട്ടല്ല ബേല ഇതെല്ലാം ചെയ്യുന്നതെന്നും ബേല ചെയ്യുന്നത് എന്താണോ അതിന് മഹി കൂടെ നിൽക്കണമെന്നും പറയുകയാണ്. എന്നിട്ട് ബേല മഹിയോട് ഇനി മുതൽ എനിക്ക് നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാവരെയും കേൾക്കെ പറഞ്ഞിട്ട് മഹിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന ബേലയുടെ അടുത്ത് യുവി വരുന്നു. ശേഷം യുവി ബേലയുമായി ഡാൻസ് ചെയ്യുകയാണ്. യുവിയുമായി ഡാൻസ് ചെയ്യുന്നതിനിടയിൽ ബേല മോതിരത്തിൽ നോക്കുമ്പോൾ ഒരു പർപ്പിൾ കളർ നാഗത്തിന്റെ ഫേസും കണ്ണുകളും കാണുകയാണ്. അത് കാണുന്ന ബേല ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പൗർണമി മദ്യപിച്ച് ബോധമില്ലാതെ പോകുന്നത് കണ്ട് ഡൗട്ട് തോന്നുന്ന ബേല പൗർണമിയുടെ പുറകെ പോവുകയാണ്. പൗർണമി യുവിയുടെ റൂമിലേക്ക് പോകുന്നത് കാണുന്ന ബേലയ്ക്ക് വിക്രാന്തിന്റെ അമ്മ പൗർണമിയാണോ എന്ന് ഡൗട്ട് തോന്നുകയാണ്. ശേഷം റൂമിന്റെ അകത്ത് കയറുന്ന ബേല കാണുന്നത് പൗർണമി ഇരുട്ടത്ത് ഇരിക്കുന്നതാണ്. ബേല പൗർണമിയോട് നിങ്ങളാണ് വിക്രാന്തിന്റെ അമ്മയെന്ന് എനിക്കറിയാം. നിങ്ങളുടെയും വിക്രാന്തിന്റെയും ലക്ഷ്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ വരണം എന്നൊക്കെ പറയുകയാണ്. പൗർണമിയുടെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈയും കിട്ടാത്തത് കാണുന്ന ബേലയ്ക്ക് ദേഷ്യം വരികയും ബേല പകുതി നാഗമായി മാറുകയും ചെയ്യുകയാണ്. എന്നിട്ട് ബേല പൗർണമിയോട് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ നാഗരൂപത്തിൽ വരാൻ ആവർത്തിച്ച് പറയുകയാണ്. അത്രയും പറഞ്ഞിട്ട് പൗർണമിയുടെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈയും കിട്ടാത്തത് കൊണ്ട് ദേഷ്യം വരുന്ന ബേല ദേഷ്യത്തോടെ പൗർണമിയുടെ അടുത്തേക്ക് പോവുകയും പൗർണമിയെ തൊടുകയും ചെയ്യുകയാണ്. അപ്പോൾ പൗർണമി താഴെ വീഴുന്നു. താഴെ വീണ് കിടക്കുന്ന പൗർണമിയെ കണ്ട് പേടിച്ച് ബേല നിൽക്കുമ്പോൾ അവിടെ വരുന്ന ആരോ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നത് കാണുന്ന ബേല യഥാർത്ഥ രൂപത്തിലായി പൗർണമിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ വിക്രാന്ത് വരുന്നു. വിക്രാന്ത് കണ്ട ഉടൻ ബേലയോട് നീ പൗർണമി എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, പൗർണമി ബോധം കെട്ട് വീണതാവൂ എന്ന് പറയുകയാണ് ബേല. അത് കേൾക്കുന്ന വിക്രാന്ത് പൗർണമി മരിച്ചതാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പൗർണമിയുടെ കഴുത്തിൽ ഒരു നാഗം കൊത്തിയ അടയാളം കാണുന്ന വിക്രാന്ത് ബേലയാണ് പൗർണമിയെ കൊന്നതെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. എന്നിട്ട് ബേലയോട് എന്തിനാണ് പൗർണമിയുടെ പുറകെ വന്നതെന്ന് ചോദിക്കുമ്പോൾ പൗർണമി ബോധമില്ലാതെ പോകുന്നത് കണ്ടു, അതാണ് ഞാൻ പൗർണമിയുടെ പുറകെ വന്നതെന്നും ബേല വന്നപ്പോൾ പൗർണമി ബോധമില്ലാതെ ഇരിക്കുന്നതുമാണ് കണ്ടതെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന വിക്രാന്ത് പൗർണമി ദിവസം ബേല എന്നെയും വിശാഖയും പോലെ അല്ല. ബേലയ്ക്ക് പുറന്തോല് മാറ്റുന്ന സമയം ചുറ്റും നിൽക്കുന്നവർ അപകടം വരുത്തുന്നവരെ പോലെ ശത്രുവിനെ പോലെയും തോന്നും. അപ്പോൾ ബേലയ്ക്ക് അവരെ അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ സംഭവിച്ചതെന്ന് പറയുകയാണ് വിക്രാന്ത്. ഞാനൊന്നും ചെയ്തിട്ടില്ല വിക്രാന്ത് എന്ന് ബേല ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും വിക്രാന്ത് ബേലയാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ പറയുകയും ബേലയെ അതെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ സമയം പാർട്ടി നടക്കുന്ന സ്ഥലത്ത് മഹി ബേലയെ അന്വേഷിച്ച് നടക്കുകയാണ്. വിക്രാന്ത് ബേലയോട് പൗർണമിയുടെ ബോഡി എങ്ങനെയെങ്കിലും മറച്ചു വയ്ക്കാം, ആരും ഈ കാര്യം അറിയണ്ട എന്ന് പറയുകയാണ്. പൗർണമി ഈ ഫാമിലിയിലെ മെമ്പറാണ്. പൗർണമി മരിച്ച വിവരം ഇവിടെയുള്ളവരെ അറിയിക്കേണ്ട കടമയില്ലേ എന്ന് ചോദിക്കുകയാണ് ബേല. അത് കേൾക്കുന്ന വിക്രാന്ത് ബേലയോട് പൗർണമിയെ കണ്ടാൽ തന്നെ ഒരു നാഗമാണ് പൗർണമിയുടെ മരണത്തിന് കാരണമെന്ന് എല്ലാവർക്കും മനസ്സിലാകും. നേരത്തെ അനു ബേലയാണ് നാഗമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെ സംശയവും നിന്നിലാകും. ഇപ്പോൾ നിനക്ക് കയ്യബദ്ധം പറ്റിയതാണ്, കുഴപ്പമില്ല, ഞാൻ എല്ലാം ശരിയാക്കാം. പുറന്തോല് മാറ്റുന്ന സമയം എന്ത് നടന്നാലും അത് നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്നൊക്കെ ബേലയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബേലയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് വിക്രം.
വിക്രാന്ത്. വിഷമം വരുന്ന ബേല പുറത്തു വരുമ്പോൾ മഹിയെ കാണുന്നു. മഹിയെ കാണുന്ന ബേല ഓടി മഹിയുടെ അടുത്തേക്ക് പോയി മഹിയെ കെട്ടിപ്പിടിക്കുകയാണ്. ബേല കരയുന്നത് കാണുന്ന മഹി ബേലയോട് കാര്യം ചോദിക്കുമ്പോൾ ബേല മഹിയോട് ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റായി പോവുകയാണെന്ന് പറഞ്ഞ് കരയുന്ന ബേലയെ മഹി സമാധാനിപ്പിക്കുകയാണ്. മറുവശത്ത് വിക്രാന്തിന്റെ അടുത്ത് പർപ്പിൾ നാഗമായ വിക്രാന്തിന്റെ അമ്മ വരികയാണ്. വിക്രാന്ത് നാഗത്തിനോട് ബേല ഞാൻ വിരിച്ച വലയിൽ വീണു, ഞാൻ പറഞ്ഞതെല്ലാം ബേല വിശ്വസിച്ചു. ബേലയ്ക്ക് എന്നെ അത്രയും വിശ്വാസമാണ്. ബേലയ്ക്ക് നടന്നത് സത്യമാണോ സ്വപ്നമാണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ബേല ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇതുപോലൊരു അവസ്ഥയുണ്ടാക്കി ഞാൻ ബേലയുടെ കൈകൊണ്ട് തന്നെ മഹിയെ കൊല്ലിക്കും. അങ്ങനെ ബേലയുടെ നാഗറാണി പദവി പോവുകയും നമ്മുടെ കയ്യിൽ നാഗമാണിക്യം കിട്ടുകയും നമ്മൾ ഈ ലോകം ഭരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിക്രാന്ത്. അടുത്ത സീനിൽ പൗർണമി കുഹുവിനെ ഫോണിൽ വിളിച്ച് പൗർണമിയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് നാട്ടിലേക്ക് പോയി എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ആദിക്ക് ഡൗട്ട് തോന്നുകയാണ്. ആദി എന്റെ മുത്തശ്ശി മുമ്പേ മരിച്ചു പോയതാണ്, പിന്നെ അമ്മ എവിടെ പോയതാണെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന കുഹു എന്ത് തന്നെ ആയാലും പൗർണമി പോയത് നന്നായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആദി. ശേഷം ബേല ഉറങ്ങാൻ കിടക്കുമ്പോൾ ബേലയ്ക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ബേലയുടെ അടുത്ത് മഹി വരുന്നു. മഹിയെ കാണുന്ന ബേല എങ്ങനെയെങ്കിലും മഹിയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുകയാണ്. മഹി ലൈറ്റ് ഇടാൻ നോക്കുമ്പോൾ ബേല തലവേദനയാണ്, ലൈറ്റിന്റെ വെട്ടമുണ്ടെങ്കിൽ തലവേദന കൂടുമെന്ന് പറയുകയാണ് ബേല. വിക്രാന്ത് ബേലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയം ബേലയുടെ അടുത്ത് ആര് വന്നാലും ബേല അവർക്ക് ഡേഞ്ചർ ആയിരിക്കും. വിക്രാന്ത് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം സത്യമെന്ന് വിചാരിച്ചാണ് ബേല മഹിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഈ സമയം ന്യൂയോർക്കിൽ നിന്ന് മഹിയുടെ ഫ്രണ്ട് ഫോണിൽ വിളിക്കുകയാണ്. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി മഹി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേലയ്ക്ക് സുഖമില്ല, ബേലയുടെ കൂടെ നിൽക്കണമെന്ന കാരണം പറഞ്ഞ് മഹി അവരെ പിക്ക് ചെയ്യാൻ പോകാതെ നിൽക്കുകയാണ്. ബേല ഓരോന്നും പറഞ്ഞ് മഹി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ബേല പുറന്തോല് കളയുന്ന സമയം മഹി അവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മഹി അവിടെ നിന്ന് പോകേണ്ടത് ബേലയുടെ ആവശ്യമാണ്. പോകാൻ ഇഷ്ടമല്ലാതെയാണ് മഹി അവിടെ നിന്ന് പോകുന്നത്. ശേഷം റൂമിൽ വരുന്ന ബേല റൂമിന്റെ അകത്ത് വിക്രാന്ത് നിൽക്കുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ബേല വിക്രാന്തിനോട് കാര്യം ചോദിക്കുമ്പോൾ നീ ഇങ്ങനെല്ലാം ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ നിന്റെ അടുത്ത് നിന്ന് പോവില്ലായിരുന്നു എന്ന് വിക്രാന്ത് പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ബേല നിൽക്കുന്നത് കാണുന്ന വിക്രാന്ത് ആ റൂമിൽ കിടക്കുന്ന ഒരു ഡെഡ് ബോഡി ബേലയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് അവിടെയുള്ള സർവന്റായ ജമുനയുടേതായിരുന്നു. മരിച്ചു കിടക്കുന്ന ജമുനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ബേല. ജമുന ബേലയ്ക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നതാണ്. അപ്പോൾ ബേലയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് പൗർണമിയാണെന്ന് തോന്നി. അങ്ങനെ വിചാരിച്ച് നീ ജമുനയെ കൊന്നു. ഈ സമയം നടക്കുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടാവില്ല, നിനക്ക് തെറ്റ് സംഭവിച്ചു പോയി, കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വിക്രാന്ത് ബേലയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബേലയ്ക്കാണെങ്കിലോ മുന്നിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ബേല പറയുന്നതൊന്നും വിക്രാന്ത് വിശ്വസിക്കുന്നില്ല. വിക്രാന്തിനെ വിശ്വസിക്കാനാണ് വിക്രാന്ത് ബേലയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശേഷം വിക്രാന്ത് ആ ബോഡി എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. തുടർന്ന് വിക്രാന്തിന്റെ മുന്നിൽ പർപ്പിൾ നാഗമായ വിക്രാന്തിന്റെ അമ്മ വരികയാണ്. അവരുടെ പ്ലാൻ വർക്കായതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് വിക്രാന്ത്. മറുവശത്ത് ബേല വിക്രാന്ത് പറയുന്നതൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. വിശ്വസിച്ചതുപോലെ വിക്രാന്തിന്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു ബേല. ബേല കഴുത്തിലിട്ടിരിക്കുന്ന തൃശൂലത്തിന്റെ ലോക്കറ്റിലുള്ള മാല കാരണം ബേലയുടെ ശരീരത്തിലുള്ള വിഷത്തിന് പവർ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ബേല കാരണം ആർക്കും അപകടം ഉണ്ടാവില്ല. ബേല വിക്രാന്തിന്റെ കൂടെ നിൽക്കുന്നത് വിക്രാന്തിന്റെ സത്യം അറിയാൻ വേണ്ടിയാണ്. വിക്രാന്തിന്റെ കൂടെ നിൽക്കുന്ന വിക്രാന്തിന്റെ അമ്മ ആരാണെന്ന് ബേലയ്ക്ക് അറിയണം. അതുകൊണ്ട് വിക്രാന്ത് പറയുന്നത് കേട്ട് വിക്രാന്തിന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. മറുവശത്ത് വിക്രാന്ത് അമ്മയോട് ബേല പുറന്തോല് കളയുന്ന സമയം ബേലയുടെ ശക്തികൾ കുറയും. ആ സമയം ബേലയെ കൊത്തുകയാണെങ്കിൽ ബേല 24 മണിക്കൂർ നമ്മുടെ അടിമയായിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും ബേല അത് കേൾക്കും എന്ന് വിക്രാന്ത് പറയുന്നത് കേൾക്കുന്ന ആ നാഗം അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ മഹി തിരിച്ചു വരികയാണ്. മഹി ഫ്രണ്ട് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ അവരെ അവിടെ കണ്ടില്ല. അതുകൊണ്ട് മഹി അവിടെ നിന്ന് തിരിച്ചു വന്നു. മഹി ബേലയുടെ അടുത്ത് വന്ന സമയം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മഹിയെ ഒഴിവാക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞും ബേല മഹിയെ മാറ്റി നിർത്തുകയും ചെയ്യുകയാണ്. ഈ സമയം ബേലയുടെ ശരീരത്തിൽ നിന്ന് പഴയ തൊലി തറയിൽ വീഴുകയാണ്. ഇതിനിടയിൽ വിക്രാന്തിന്റെ റൂമിൽ നിന്ന് കിട്ടിയ മോതിരവും ആ തൊലിയിലൂടെ തറയിൽ വീഴുകയാണ്. ഈ കാര്യം ബേല അറിയുന്നില്ല. മഹി ബേലയോട് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് എന്റെ ഫ്രണ്ട് മാത്രമല്ല, എന്റെ അകന്ന റിലേറ്റീവും കൂടിയാണ്. അവർ നേരെ ഇവിടേക്ക് വരും.
വരും, ഞാൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് മഹി. അപ്പോഴാണ് ബേല മോതിരം മിസ്സായ കാര്യം അറിയുന്നത്. അതറിയുന്ന ബേല മോതിരം അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഹി റൂമിലുള്ളത് കൊണ്ട് ബേലയ്ക്ക് മോതിരം എടുക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് 4 പേർ ബൈക്കിൽ വരികയാണ്. അവർ 4 പേരും കഴുകന്മാരാണ്. അവർ എന്തിനാണ് ഇവിടേക്ക് വരുന്നതെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്